മലയാളി പ്രേക്ഷകർ ഏറ്റവും കൂടുതൽ കാണുന്ന ഒരു റിയാലിറ്റി ഷോ അത് ബിഗ് ബോസ് ആണ്. എവിടെ ചെന്നാലും ബിഗ് ബോസ് തരംഗം എല്ലാവരിലുമുണ്ട്. അത് ഒന്നും മിസ് ചെയ്യാതെ അവർ കണ്ടുകൊണ്ടിരിക്കുന്നു. അതിനോടൊപ്പം ഓരോ മത്സരാർത്ഥിയും അസസ് ചെയ്യുകയും അതിൽ ആരാണ് മികച്ചത് എന്ന് കണ്ടുപിടിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രേക്ഷകർ ഒന്നടങ്കം പറയുന്നുണ്ട്, ഈ സീസണിലെ ബിഗ് ബോസിലെ മത്സരാർത്ഥികളെല്ലാം വളരെ മോശം എന്ന രീതിയിൽ തന്നെ. കഴിഞ്ഞ മത്സരാർത്ഥികളെ പോലെ ഒരു ഗംഭീര ഒരു മത്സരാർത്ഥി അവർക്ക് ഇതുവരെയും ലഭിച്ചിട്ടില്ല. ആ ഒരു വിഷമം പങ്കുവയ്ക്കുമ്പോൾ ബിഗ് ബോസിലെ ഏറ്റവും വിഷമകരമായ ഒരു നിരാശ പങ്കുവച്ചിരിക്കുകയാണ് മോഹൻലാൽ. ഇന്ത്യയിൽ 7 ഭാഷകളിൽ 58 സീസണുകൾ എല്ലാം നടന്ന ബിഗ് ബോസ്, പക്ഷേ ഏറ്റവും മോശമായ ഒരു അവസ്ഥ അത് മലയാളത്തിലാണ് സംഭവിച്ചിരിക്കുന്നത് എന്ന് നിരാശയോടെ മോഹൻലാൽ പറഞ്ഞു. മലയാളത്തിലെ എന്നല്ല ഇന്ത്യൻ ടെലിവിഷനിലെ തന്നെ ഏറ്റവും ജനപ്രീതി നേടിയ ടെലിവിഷൻ റിയാലിറ്റി ഷോകളിൽ ഒന്നാണ് ബിഗ് ബോസ്. മലയാളം ബിഗ് ബോസിന്റെ 6ാമത്തെ സീസണാണ് ഇപ്പോൾ നടക്കുന്നത്. അടച്ചിട്ട ഒരു വീടിനുള്ളിൽ പുറലോകവുമായി ബന്ധമില്ലാതെ 100 ദിവസം പൂർത്തിയാക്കുക എന്ന ചലഞ്ച് മുന്നോട്ട് വെക്കുന്ന ബിഗ് ബോസിൽ മത്സരാർത്ഥികൾക്കായി ചില നിയമങ്ങളുണ്ട്. അതിലൊന്ന് ശാരീരിക ആക്രമണം പാടില്ല എന്നതാണ്. വലിയ വാക്കേറ്റവും ആശയ സംഘർഷവുമൊക്കെ ഉണ്ടാകാമെങ്കിലും എതിരാളിയുടെ പുറത്ത് അപായകരമായ രീതിയിൽ കൈവച്ചാൽ ഉടനടി ഷോയിൽ നിന്നും പുറത്താക്കും. മുൻ സീസണുകളിൽ ഒന്നും നടന്നിട്ടില്ലാത്ത ആ കാര്യം ഈ സീസണിൽ പക്ഷേ നടന്നു. സഹമത്സരാർത്ഥിയായ സിജോയെ ശാരീരികമായി ആക്രമിച്ചത് റോക്കി എന്ന മത്സരാർത്ഥിയെയാണ് ബിഗ് ബോസ് പുറത്താക്കിയത്. കഴിഞ്ഞ വാരമായിരുന്നു ഇത്. ശനിയാഴ്ച എപ്പിസോഡിൽ മത്സരാർത്ഥികളുമായി ആശയവിനിമയം നടത്തിയ മോഹൻലാൽ ഈ വിഷയത്തിലെ തന്റെ നിരാശ തുറന്ന് പ്രകടിപ്പിച്ചു. റോക്കിയിൽ നിന്നും മുഖത്ത് ഇടിയേറ്റ സിജോയ്ക്ക് ശസ്ത്രക്രിയ നടത്തുകയുണ്ടായി. ഇപ്പോഴും മത്സരത്തിലേക്ക് തിരിച്ചു വരാനാവാതെ അദ്ദേഹം വിശ്രമത്തിലുമാണ്. ഇന്ത്യയിൽ 7 ഭാഷകളിലായിട്ട് 58 സീസണുകളാണ് ബിഗ് ബോസ് എന്ന ഷോ നടന്നിരിക്കുന്നത്. ഇതുവരെ ഒരു ഷോയിലും ഇങ്ങനെയൊരു കാര്യം നടന്നിട്ടില്ല. അതും മലയാളത്തിന് തന്നെ കിട്ടിയിരിക്കുന്നു. മോഹൻലാൽ മത്സരാർത്ഥികളോട് പറഞ്ഞത് ഇങ്ങനെയാണ്. സിജോ ഹൗസിൽ നിന്നും പോയിട്ട് ഏറെ ദിവസങ്ങളായിട്ടും അയാളുടെ സുഖവിവരം തിരക്കാത്തതിലും മോഹൻലാൽ മത്സരാർത്ഥികളെ വിമർശിച്ചു. ഏറ്റവും മികച്ച വീക്കെൻഡ് എപ്പിസോഡായാണ് ബിഗ് ബോസ് ആരാധകർ ഈ ശനിയാഴ്ച എപ്പിസോഡ് വിലയിരുത്തുന്നത്. അതിനോടൊപ്പം തന്നെ ബിഗ് ബോസ് രക്ഷപ്പെടണമെങ്കിൽ ഇനി ലാലേട്ടൻ തന്നെ വിചാരിക്കണം എന്ന ഒരു കാര്യത്തിലേക്ക് പല പ്രേക്ഷകരും എത്തിക്കഴിഞ്ഞു എന്നതാണ് മറ്റൊരു കാര്യം. ഈ സീസണിനെ കുറിച്ച് വ്യത്യസ്തമായ പല അഭിപ്രായങ്ങളാണ് പ്രേക്ഷകർക്കുള്ളത്. സീസൺ ഏറെ മികച്ചതാണെന്നും 3 ആഴ്ചയ്ക്കുള്ളിൽ തന്നെ 50 ദിവസത്തെ കണ്ടന്റ് കിട്ടിയെന്നും ഒരു വിഭാഗത്തിന്റെ അഭിപ്രായം. എന്നാൽ ഇത്രയും ബോറടിച്ച സീസൺ വേറെ ഇല്ലെന്നാണ് മറ്റു പല പ്രേക്ഷകർ പറയുന്നത്. ആഴ്ചയിൽ 2 ദിവസം കൊണ്ടുവരുന്നതിന് പകരം എല്ലാ ദിവസവും ലാലേട്ടന്റെ 2 റോസ്റ്റിംഗ് വീഡിയോ ഇടണമെന്നാണ് പലരും പറയുന്നത്. 3 ആഴ്ചകൾ പിന്നിട്ടു 21 ദിവസങ്ങൾ ആയിട്ടുണ്ട്. സാധാരണ എല്ലാ സീസണുകളിലും ഏതാണ്ട് 20 ദിവസങ്ങൾ ആവുമ്പോൾ തന്നെ എല്ലാ മത്സരാർത്ഥികൾക്കും ഫാൻ ഗ്രൂപ്പുകൾ ഉണ്ടാകും. ആ ഫാൻ ഗ്രൂപ്പിലെ അംഗങ്ങളും അഡ്മിനും ഒക്കെ ബിഗ് ബോസ് ഒഫീഷ്യൽ ഗ്രൂപ്പിലും അൺഒഫീഷ്യൽ ഗ്രൂപ്പിലും അവരെ അനുകൂലിച്ചും മറ്റുള്ളവരെ എതിർത്തും പോസ്റ്റുകൾ ഇടും. ഹൗസിൽ ഉള്ളതിനേക്കാൾ ഇടിയും വഴക്കും കമന്റും നമ്മുടെ ഗ്രൂപ്പിലുണ്ടാകും. 24/7 ബിഗ് ബോസ് കാണുന്നതിനേക്കാൾ എന്റർടൈൻമെന്റ് കിട്ടും 24/7 ഗ്രൂപ്പിൽ ഇരുന്നാൽ. ഇത്തവണ അങ്ങനെ ആർമി ഗ്രൂപ്പുകളോ ഫാൻ ഗ്രൂപ്പുകളോ ഇല്ല. സീസൺ തുടങ്ങുന്നതിന് മുന്നേ തന്നെ മത്സരാർത്ഥികളുടെ സുഹൃത്തുക്കളും ബന്ധുക്കളും ഒക്കെ തുടങ്ങിയ ചില ആർമി ഗ്രൂപ്പുകൾ അല്ലാതെ ഓർഗാനിക് ആയിട്ട് ഒന്നും ഇല്ല. ബാക്കിയൊക്കെ PR വർക്കും ആണ്. ആദ്യ ആഴ്ച കഴിഞ്ഞപ്പോൾ 24/7 കാണൽ നിർത്തി. പിന്നെ 2 ആഴ്ച വോട്ടും ചെയ്തിട്ടില്ല. ഇമോഷണൽ കണക്ഷൻ ഉണ്ടാക്കാൻ ഒരാൾക്കും പറ്റിയിട്ടില്ല. ആകപ്പാടെ ഗ്രൂപ്പിലെ ചർച്ചകൾ പോലും സൈബർ ബുള്ളിങ് ചെയ്യരുതെന്നും പറയുന്ന ഒരു കൂട്ടരും ബുള്ളിങ് ചെയ്യുന്നു എന്ന് ആരോപിക്കപ്പെടുന്നവരും തമ്മിലാണ്. പൊളിറ്റിക്കൽ ഐഡിയോളജി തമ്മിലാണ് ഏറ്റുമുട്ടുന്നത്. അല്ലാതെ മത്സരാർത്ഥികൾ കൊടുക്കുന്ന കണ്ടന്റ് അല്ല പല ചർച്ചകളുടെയും വിഷയം പോലും. ഇത്രയും ബോറടിച്ച സീസൺ വേറെ ഇല്ല. ആഴ്ചയിൽ 2 ദിവസം കൊണ്ടുവരുന്നതിന് പകരം എല്ലാ ദിവസവും ലാലേട്ടന്റെ 2 റോസ്റ്റിംഗ് വീഡിയോ ഇടുക. ഓരോ ദിവസവും ഓരോരുത്തരെ ടാർഗറ്റ് ചെയ്ത് വീഡിയോ ഇടുക. ഇപ്പോൾ ഷോയിൽ ഉള്ളതിനേക്കാൾ കണ്ടന്റ് അങ്ങനെ കിട്ടും. ലാലേട്ടനെ കൊണ്ടുവരാൻ ബുദ്ധിമുട്ടാണെങ്കിൽ നമ്മുടെ ഗ്രൂപ്പുകളിലൊക്കെ വരുന്ന വീഡിയോ പോസ്റ്റുകളും ട്രോളുകളും എഴുത്തുകളും ഒക്കെ മത്സരാർത്ഥികളെ കാണിച്ചിട്ട് അവരെ ട്രിഗർ ചെയ്യുക, അതിൽ നിന്നും കണ്ടന്റ് ഉണ്ടാക്കുക. ഇപ്പോൾ ഉള്ളതിനേക്കാൾ എന്റർടൈൻമെന്റ് കിട്ടും. അതുമല്ലെങ്കിൽ കളിക്കാൻ അറിയുന്ന എന്നെപ്പോലെയുള്ളവരെ അകത്തേക്ക് വിടുക. അവിടെയുള്ള എല്ലാത്തിന്റെയും ഫേക്ക് ഗെയിം ഒറ്റ ദിവസം കൊണ്ട് പൊളിച്ചു തരാം. കപ്പും ചായയും ഒന്നും വേണ്ട, ജസ്റ്റ് അതങ്ങനെ പൊളിച്ചെടുക്കാനുള്ള അവസരം മാത്രം. ഇത് പറയുന്നത് ലോറൻസ് എന്നൊരു വ്യക്തിയാണ്. ഇങ്ങനെ നിരവധി പേർ ഈ സീസണിനെ കുറിച്ച് പറഞ്ഞുകൊണ്ട് സോഷ്യൽ മീഡിയയിൽ എത്തുന്നുണ്ട്. കാരണം മത്സരാർത്ഥികൾക്ക് ഒന്നും ആരെയും കണക്ട് ആക്കാൻ കഴിഞ്ഞിട്ടില്ല, ഒരു ഫാൻ ബേസും ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നത്. അത്രയ്ക്ക് ബോറാണ് ഈ സീസണിലെ മത്സരാർത്ഥികൾ.